പുതുവർഷ സമ്മാനമായി കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ചേക്കും. വന്ദേ ഭാരതിന് കടന്നുപോകാൻ വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കുന്നു. പാലക്കാട് ഡിവിഷനിലെ വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കാൻ 53 കോടി 12 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾക്ക് വേണ്ടിയാണ് ന്യൂട്രൽ സംവിധാനത്തിന്റെ പരിഷ്കാരം. സാധാരണ ട്രെയിനുകളുടെ എഞ്ചിൻ മാത്രമാണ് വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വന്ദേ ഭാരതിന്റെ 16 കോച്ചുകളും വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂട്രൽ മേഖലയിലേക്ക് ട്രെയിൻ പ്രവേശിച്ചാൽ അത് നിൽക്കുന്ന അവസ്ഥ മറികടക്കാനാണ് പരിഷ്കാരം. നിലവിൽ തൊട്ടടുത്ത സബ്സ്റ്റേഷനിൽ നിന്ന് ന്യൂട്രൽ മേഖല ചാർജ് ചെയ്താണ് വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ന്യൂട്രൽ സംവിധാനം പരിഷ്കരിച്ചാൽ വന്ദേ ഭാരതിന് സുഗമമായി കടന്നുപോകാൻ കഴിയും. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലെത്തും. ഇതിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാവും സർവീസ് എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പാളങ്ങളിലെ ജോലികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വന്ദേ ഭാരത് മാതൃകയിലുള്ള കൂടുതൽ ലക്ഷറി ട്രെയിനുകൾ ഇവിടെ എത്തും. ഒപ്പം തന്നെ വന്ദേ ഭാരതിൻ്റെ കൂടുതൽ സർവീസുകൾ പാലക്കാട് ഡിവിഷനിൽ ലഭിച്ചേക്കുമെന്നാണ് വിവരം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.